പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാ എന്റെ മോളെ ഞാൻ കൊണ്ടുവന്നത്. അമ്മ ജോലിക്ക് പോകുന്നത് നല്ല കാര്യം, പക്ഷേ അത് ശരത്തിന്റെ അമ്മയുടെ കെയർ ഓഫിൽ അല്ലാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? അതെ, അതെന്താടി? കഴുത്തിലൊരു മാല വേണമെന്ന് കരുതി ആരെങ്കിലും കരിമൂർഖനെ എടുത്ത് കഴുത്തിലിടുവോ മുത്തശ്ശി? ഇതാണ് സത്യം. അപ്പോ പാർവതി ജോലിക്ക് ജോയിൻ ചെയ്തതും റിട്ടയർ ആയതും ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ എല്ലാം ഷടപടയെന്നായിരുന്നു. അപ്പോ ഓക്കെ, ബൈ. കടന്നു വന്ന വഴികളിൽ പലതും ചിന്തിക്കുമ്പോൾ വിഷമമുണ്ട്. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നേ, ഏറ്റവും കൂടുതൽ പൊള്ളിക്കുന്ന കനൽ കുറ്റബോധമാണെന്ന്. വിശാൽ സാറിനുണ്ടായ മാറ്റമാണ് അതിശയം. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ മരിയോ അത് തന്നെ പറഞ്ഞു. ഗോവൻ, ഫിനിയും ഉറാക്കും ഒക്കെ ഇനി വിശാലിന് കശുമാവിന്റെ മണമുള്ള ഓർമ്മകൾ മാത്രമാണ്. എന്നാലും പടക്കപ്പലും പാറ്റൻ ടാങ്കും പോലെ വിരിഞ്ഞു നിന്ന വിശാൽ സാറ് സമാധാനത്തിന്റെ പ്രാവുകളെ വളർത്തുക എന്ന് വെച്ചാ എന്നെപ്പോലുള്ളവർക്ക് പണി കുറയും, അത്ര തന്നെ. എല്ലാ യുദ്ധവും അവസാനം അവശേഷിപ്പിക്കുന്നത് കുറെ ചോരയും ചാരവും മാത്രം വയ്ക്കില്ലേ. അതുകൊണ്ട് തന്നെ യുദ്ധക്കൊതിയനായിരുന്ന എന്നെ ഞാൻ തന്നെ അങ്ങ് ഡീകമ്മീഷനിങ് നടത്തി വയ്ക്കില്ലേ. ആ മമ്മ പോരും. രാവിലെ അധികാരിനെ വിളിച്ചിരുന്നു. എനിക്കെന്തോ അപകടം പറ്റിയെന്ന് വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ടുവെന്ന്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പറഞ്ഞ് ഒരേ കരച്ചില്.